ഹായ്, വെൽക്കം ടു ക്രേസി വെജ്. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഈസി സ്നാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വളരെ കുറച്ച് സാധനങ്ങൾ മതി, വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. കുറച്ച് സമയം കൊണ്ട് തന്നെ തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സവാള ഈ രീതിയിൽ കൊത്തി അരിഞ്ഞെടുക്കുക. പിന്നെ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, പിന്നെ വേണം കറിവേപ്പില, പിന്നെ 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടലമാവാണ്. ഞാൻ മെഷറിംഗ് കപ്പിൽ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ 8 ടീസ്പൂൺ കടലമാവ് എടുക്കുക. പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലോർ വേണം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾ അരിപ്പൊടി എടുത്താൽ മതി. പിന്നെ കാശ്മീരി ചില്ലി ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ വേണ്ടത് ചാറ്റ് മസാലയാണ് 1/2 ടീസ്പൂൺ. ചാറ്റ് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം 1/4 ടീസ്പൂൺ ഗരം മസാല എടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും മതി. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ നമുക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണയും വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്രെഡ് നമുക്ക് 4 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. കാണുന്ന രീതിയിൽ 3 ബ്രെഡും ഞാനിങ്ങനെ മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഉള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കടലമാവും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളും. അപ്പോൾ കോൺഫ്ലോർ ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് പകരം അരിപ്പൊടി ചേർക്കുക. അതുപോലെ ചാറ്റ് മസാല ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് പകരം ഗരം മസാല ചേർക്കുക. ഗരം മസാല ആണെങ്കിൽ 1/4 ടീസ്പൂൺ മതി, ചാറ്റ് മസാല ആണെങ്കിൽ 1/2 ടീസ്പൂൺ ഇടുക. പിന്നെ അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പില ഇടുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചാറ്റ് മസാലയിൽ ചെറിയൊരു ഉപ്പുണ്ട്. ഉപ്പിടുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ബാറ്ററിൽ നല്ല ലൂസായിരിക്കണം. നല്ല ലൂസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലൂസായിട്ട് എടുക്കുക, ഒത്തിരി മുറുകി പോകരുത്. കാരണം നമ്മുടെ ബ്രെഡ് അതിൽ മുക്കി ഫ്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉൾവശം ശരിക്കും മുരിഞ്ഞു വരില്ല, ഉൾവശം ശരിക്കും വേകാണ്ട് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് വെള്ളം നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇച്ചിരി ലൂസായിട്ട് തന്നെ എടുക്കാം. ഇനി ബ്രെഡ് ബാറ്ററിലേക്ക് മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് ഈ രീതിയിൽ ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ എണ്ണയുടെ ടെമ്പറേച്ചർ എപ്പോഴും ശ്രദ്ധിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഇടാവുള്ളൂ. പിന്നെ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട്, എങ്കിലേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ബാറ്ററിൽ മുക്കുന്ന സമയത്ത് ഒരു 2 സെക്കൻഡ് നമ്മുടെ ഫിംഗർ വെച്ചിട്ടൊന്ന് ആ ബ്രെഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ ബാറ്റർ ഒന്ന് അതിലേക്ക് പിടിച്ച ശേഷം എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ കുറച്ച് സമയം മതി, വളരെ കുറച്ച് സാധനങ്ങളും മതി. പിന്നെ ഈ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് ഇത്തിരി മടിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടെയാണ്. കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്തേക്കാം. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. താങ്ക് യു.